ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായി മന്ത്രി അറിയിച്ചു. അതേസമയം വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ദേവസ്വം മന്ത്രിയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, തമിഴ്നാട് സർക്കാർ ഈ ഭക്തർക്ക് നേരിടേണ്ടി വരുന്ന, അവിടെ നിന്നുള്ള ഇതര സംസ്ഥാന ഭക്തർക്ക് നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങളിൽ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ നോക്കിക്കാണാം സാഹചര്യത്തെ? തീർച്ചയായും അന്യ സംസ്ഥാനങ്ങൾക്ക് പോലും ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിഗതികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശബരിമലയിൽ ഉണ്ടായത്. ക്രൂരമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഭക്തരോട് ഉണ്ടായിരുന്നത്. എന്തായാലും അതെല്ലാം തന്നെ ഇന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു അവലോകന യോഗത്തിൽ ശേഷം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പാളിപ്പോകുന്നു. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യമടക്കം ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം നൽകുന്നില്ല, വെള്ളം നൽകുന്നില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളെല്ലാം തന്നെ നിലനിന്നിരുന്നു എന്നത് ഇവർ തുറന്ന് സമ്മതിക്കുന്നു. ഇനി ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കാരണം ഇനിയും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഭക്തജന സംഘടനകളും ഹൈന്ദവ സംഘടനകളും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഒടുവിലാണ് ഇന്ന് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകനം യോഗം ചേർന്നത്. സന്നിധാനത്ത് സാധാരണ അവസ്ഥയിലേക്ക് സന്നിധാനം എത്തുമ്പോൾ മാത്രമാണ് ദേവസ്വം മന്ത്രി സന്നിധാനത്തേക്ക് എത്തുകയും ഈ ഒരു അവലോകന യോഗം വിളിക്കുകയും ചെയ്തത്. ഇതിലെല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിലും കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.